ഗൈസ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇവനാണ് നമ്മളെ സ്വന്തം അയില മീനാണ്. ഇവനെ വെച്ചാണ് ഇന്നൊരു കിടുക്കാച്ചി ഐറ്റം ഞാൻ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നല്ല, വാഴയിലയിൽ പൊള്ളിച്ച മീൻ കഴിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. എന്റെ കുടുംബത്തിൽ ഒരു ബെറ്റാലിയൻ ആൾക്കാരുള്ളത് കൊണ്ട് പോയി കഴിച്ചാൽ ബഡ്ജറ്റ് എന്തായാലും കൈ നിൽക്കത്തില്ല. അതുകൊണ്ട് കടയിൽ നിന്ന് മീൻ വാങ്ങിച്ച് പരീക്ഷ നോക്കാന്ന് വിചാരിച്ചു. മീൻ പൊരിച്ചെടുക്കുന്നത് നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലുള്ള മസാലയൊക്കെ ചേർത്ത് ആ രീതിക്ക് തന്നെയാണ്. എന്നെ പോലെ ഈ മസാല തടവെച്ച മീനിന്റെ മണം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. മീൻ ഓവറായിട്ട് കരിക്കുന്ന ലെവലിൽ പൊരിച്ചെടുക്കരുത്, ഒരു മീഡിയം ലെവലിൽ മാത്രമേ പൊരിച്ചെടുക്കാവുള്ളേ. എന്റെ ഉമ്മക്ക് 2 വാഴകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ അധികം വാഴകളൊന്നും നട്ടിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള വാഴയിലാണ് പറിച്ചെടുത്തത്. പക്ഷെ ആ പറിച്ചെടുത്ത വാഴയിലേക്ക് ഒരു ഉപയോഗമില്ല, കാരണം എല്ലാം ചീത്തയായ വാഴയിലായിരുന്നേ. മീൻ പൊരിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല തയ്യാറാക്കണം. വേറെ ഒന്നുമില്ല, ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും എല്ലാം കൂടി മിക്സ് ആക്കി നല്ല രീതിക്ക് വഴട്ടിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. വഴട്ടി വന്നതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്യണേ. എന്നിട്ട് നല്ല രീതിക്ക് വെള്ളം വറ്റുന്ന പോലെ പെരട്ടി അങ്ങ് എടുക്കണം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഴയില ഓൾറെഡി എടുത്ത വാഴയില ഫുൾ കേടായത് കൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പറിലാണ് ഞാൻ മസാല വെച്ച് ഫില്ല് ചെയ്യുന്നത്. മെയിൻ ഡിഷായിട്ട് മീൻ പൊള്ളിച്ചതുണ്ട്, അപ്പൊ സൈഡ് ഡിഷായിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ടേ. അതുകൊണ്ട് നല്ല അപ്പമാണ് ഉണ്ടാക്കിയത്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കണം. കാരണം ചെയ്ത് നോക്കിയാലേ അതിന്റെ ടേസ്റ്റ് എന്തെന്ന് മനസ്സിലാക്കുള്ളൂ. ഞാൻ ഇന്ന് മുതൽ ഈ ഒരു സാധനത്തെ അഡിക്റ്റ് ആണ്. അലുമിനിയം ഫോയിൽ സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് തികപ്പിച്ച് പോലും വെച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നല്ല രീതിക്ക് മസാല ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഡിഷിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ നമ്മൾ അപ്പത്തിന് മാത്രമേ പറ്റുള്ളൂ ഗൈസ്. കുറച്ച് അപ്പം എടുത്തിട്ട് ആ മീനിൽ ഫുൾ നുള്ളിയ മസാല എല്ലാം വിരവി വായിൽ വെക്കുമ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിയെടുക്കാൻ പറ്റുന്നില്ല. എന്റെ വായിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് വെറുതെ ഹോട്ടലിൽ കൊണ്ടുപോയി പൈസ കളയാതെ ഇതുപോലെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.